Hi friends, once again welcome back to Beauty Tips. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും എഫക്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഫേഷ്യലുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ കണ്ടാൽ മാത്രം പോരാ, എന്തായാലും ഷെയർ ചെയ്യാൻ വേണം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. എന്തായാലും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് എന്തായാലും ഞാൻ ചെയ്യാൻ പോകുന്ന ഫേഷ്യൽ ഇത് വെച്ചിട്ടാണ്. എന്താണിതെന്നല്ലേ? ഒരുപാട് പേർക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇത് അവക്കാഡോ ആണ്. ഒരുപാട് പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് അവക്കാഡോ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള ഫാറ്റി ആസിഡ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. ഇനി ഫാറ്റി ആസിഡ് മാത്രമല്ല, നമ്മളൊരു പഴത്തിൽ ഉള്ളതിനേക്കാൾ വളരെ കൂടുതൽ എമൗണ്ട് പൊട്ടാസ്യം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ സി, വിറ്റാമിൻ കെ, വിറ്റാമിൻ ഇ, അതുപോലെ തന്നെ വിറ്റാമിൻ B5, B6 തുടങ്ങിയ വിറ്റാമിനുകളും കൂടി അടങ്ങിയിട്ടുള്ള ഒരു പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് നമ്മുടെ അവക്കാഡോ. ഇനി ഈ അവക്കാഡോയ്ക്ക് നമ്മുടെ സ്കിന്നിൽ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ സ്കിൻ ലെയേഴ്സിനെ തുളച്ച് കയറി അവിടെ ഒരുപാട് ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇതിന് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു മോയ്സ്ചർ കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നിരന്തരമായിട്ട് ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മുഖത്തുള്ള പാടുകളും വരകളും കറുത്ത കുത്തുകളും എല്ലാം മായുന്നതിനും കാരണമാകുന്ന ഒന്നാണ് നമ്മുടെ അവക്കാഡോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാനിന്ന് ഫേഷ്യൽ ചെയ്യാൻ പോകുന്നത്. എന്തായാലും നമുക്ക് ഫേഷ്യലിലേക്ക് കടക്കാം. ഫസ്റ്റ് നമ്മൾ എന്തായാലും ക്ലെൻസ് ചെയ്യും. എന്തുപയോഗിച്ചാണ് ക്ലെൻസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതുപോലെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? സ്ക്രബാണ് അല്ലേ? അപ്പോൾ സ്ക്രബായിട്ടും ഞാൻ ഈ അവക്കാഡോ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സ്ക്രബ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ യൂസ് ചെയ്യുന്നത് മസാജിങ് ക്രീമാണ്. ഞാൻ മസാജിങ് ക്രീമായിട്ട് എങ്ങനെയാണ് അവക്കാഡോ യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ലാസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? നമ്മുടെ പാക്കായിരിക്കും. അപ്പോൾ അതും അവക്കാഡോ തന്നെയാണ്. അപ്പോൾ നമുക്ക് അവക്കാഡോ ഫേഷ്യലിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ക്ലെൻസറാണ് റെഡിയാക്കാൻ പോകുന്നത്. ക്ലെൻസർ റെഡിയാക്കാനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് 2 സാധനങ്ങളാണ്. നമ്മുടെ പാല്, അത് ഞാനൊരു 2 സ്പൂൺ എടുക്കുന്നുണ്ട്. പാലിനൊപ്പം എടുക്കുന്നത് തേനാണ്. 2 സ്പൂൺ പാലും 1 സ്പൂൺ തേനുമാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്ലെൻസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള സ്ക്രബ് റെഡിയാക്കാം. അപ്പോൾ സ്ക്രബ് റെഡിയാക്കാനായിട്ട് എനിക്ക് ഇതിനകത്തുള്ള ഈ അവക്കാഡോയുടെ ഉള്ളിലുള്ള ആ ഒരു കുരുവാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനെ 2ആയിട്ടൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ അവക്കാഡോയിനെ 2ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കുരു. ഏകദേശം ഒരു ഓറഞ്ചിൻ്റെ അത്രയും വലിപ്പമുണ്ട് ഈ ഒരു കുരുവിന് മാത്രമായിട്ട്. നമുക്കിത് എന്തായാലും മുഴുവനായിട്ട് വേണ്ട. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രം മതിയാവും സ്ക്രബ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിനെ ഒന്ന് ചെറിയൊരു പാർട്ട് ഇതിൽ നിന്ന് മുറിച്ചെടുത്തിട്ട് അതിനെ കുഞ്ഞു കുഞ്ഞ് കഷ്ണങ്ങളാക്കി ഒന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പം ഞാനിവിടെ ആ ഒരു ചെറിയ പാർട്ട് ഇതാണ്, ഇത്രയും ഒരു പോർഷൻ ആയിരുന്നു കട്ട് ചെയ്തെടുത്തത്. ആ പോർഷൻ ഇവിടെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല തരിതരിയായിട്ട് തന്നെ കിടപ്പുണ്ട്. പിന്നെ മാത്രമല്ല, വളരെ പെട്ടെന്ന് തന്നെ ഇത് മുറിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ കളറങ്ങ് ചേഞ്ച്ഡായി. ഒരു ലൈറ്റ് വൈറ്റ് കളറായിരുന്നു, പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതൊരു ഓറഞ്ച് കളറിലേക്ക് മാറി. ഇനി നമ്മൾ ഇതിനകത്ത് തേനാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. തേൻ ആഡ് ചെയ്തിട്ട് ഞാൻ അത് തന്നെയാണ് സ്ക്രബായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇത് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈവച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതിന് കാരണം ഈ തേൻ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഈ തേനിൻ്റെ ഇത് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് കുഴയുന്ന ഒരു പരുവത്തിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നന്നായിട്ട് കുഴച്ച് വെച്ചാലേ നമുക്കിത് സ്ക്രബായിട്ട് ഒരുപാട് നേരം നമ്മുടെ ഫേസിലൊന്ന് റബ്ബ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ.
നമ്മുടെ സ്ക്രബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കയ്യിൽ ഒട്ടുന്ന ഒരു പരുവമാണ്, അതാണ് അതിൻ്റെ ആ ഒരു സ്ക്രബിന് വേണ്ട ഒരു പരുവം. അപ്പോൾ നമ്മളിവിടെ എന്തായാലും ക്ലെൻസറും റെഡിയാക്കി, നമ്മുടെ സ്ക്രബും റെഡിയാക്കി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ടുള്ള നമ്മുടെ മസാജിങ് ക്രീം എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇനി അടുത്തായിട്ട് മസാജിങ് ക്രീം റെഡിയാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ അവക്കാഡോയുടെ തൊലിക്കുള്ളിലെ ഈ ഒരു ഫ്ലഷാണ് ആവശ്യമായിട്ട് ഉള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു പകുതി പാർട്ട് മുഴുവനും എനിക്ക് ഒരു സമയത്ത് ചെയ്യാനായിട്ട് ആവശ്യമില്ല. അപ്പോൾ എന്തായാലും ഞാനിത് എനിക്ക് വേണ്ട പോർഷൻ മാത്രം എടുത്താണ് ഇപ്പോൾ ഇവിടെ റെഡിയാക്കാൻ പോകുന്നത്. ഇങ്ങനെ നമുക്ക് സ്പൂൺ വെച്ചിട്ട് കോരി എടുക്കാനായിട്ട് പറ്റും. ആ ഒരു തൊലി മാത്രമായിട്ട് അത് തൊലി കുറച്ച് കട്ടിയാണ്, അപ്പോൾ തൊലി മാത്രമായിട്ട് തന്നെ സെപ്പറേറ്റഡ് ആയിട്ട് തന്നെ ഇരിക്കുവാണ്. ഇതിനുള്ളിൽ നമ്മൾ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആവുന്ന ആ ഒരു അവസ്ഥയാണ് ഇതിന്. അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെ കോരി എടുക്കാനായിട്ട് കഴിയും. എനിക്ക് ആവശ്യമുള്ള അളവിൽ ഞാനിത് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനെ നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം നമുക്ക്. വളരെ ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്താൽ മതിയാവും. ഓൾറെഡി ഇത് ആ ഒരു സോഫ്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിന് ഒരുപാട് നേരം നമ്മൾ മിക്സിയിൽ ഇട്ട് ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് ജസ്റ്റ് ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. നമ്മുടെ അവക്കാഡോ ശരിക്കും ഒരു മസാജിങ് ക്രീമിൻ്റെ ആ ഒരു അവസ്ഥയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ വിറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു രണ്ടെണ്ണമാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. ജസ്റ്റ് ഈ ഒരു ക്യാപ്സ്യൂളിൽ ഒന്ന് പൊട്ടിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക. 2 എണ്ണം നമ്മളിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ തൈരാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്കൊരു 1/4 സ്പൂൺ തേൻ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് ആദ്യം നമ്മുടെ അവക്കാഡോ ആവശ്യമായിട്ടുള്ള അളവിൽ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു. അതിലേക്ക് 2 വിറ്റമിൻ ഇ ക്യാപ്സ്യൂള് ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് പിന്നെ 1 സ്പൂൺ തൈര് ആഡ് ചെയ്തു. അതോടൊപ്പം തന്നെ ഞാനൊരു 1/4 സ്പൂൺ തേനും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു മസാജിങ് ക്രീം പോലെ തന്നെ ഇല്ലേ? നമ്മുടെ 3ാമത്തെ സ്റ്റെപ്പായിട്ടുള്ള മസാജിങ് ക്രീമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇനി പാക്ക് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ പാക്ക് ഉണ്ടാക്കുകയാണ്. പാക്ക് ഉണ്ടാക്കാൻ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ അവക്കാഡോ ഞാൻ നേരത്തെ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുത്ത അതേ അവസ്ഥയിൽ തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുട്ടയുടെ വെള്ള മാത്രമാണ്. അതിപ്പോൾ ആവശ്യാനുസരണം നമുക്ക് ഒരാളുടെ ഫേസിലേക്ക് വേണ്ടിയിട്ട് എത്ര ആവശ്യമുണ്ടോ അത്രയും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മുടെ മുട്ടയുടെ വെള്ള എന്തായാലും അവക്കാഡോ പേസ്റ്റിൽ നന്നായിട്ട് മിക്സ്ഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് 1 നാരങ്ങയുടെ നീര് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നല്ല വലിയ നാരങ്ങയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അതിൻ്റെ ഒരു പകുതി പീസിലുള്ള ജ്യൂസ് മാത്രം നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇവിടെ ഞാൻ എന്തായാലും ഈ 1 നാരങ്ങയുടെ ജ്യൂസ് മുഴുവനായിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഞാൻ നമ്മുടെ 4 സ്റ്റെപ്സിന് വേണ്ട കാര്യങ്ങളും ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പാക്ക് റെഡിയാക്കി, അതുപോലെ തന്നെ നമ്മുടെ മസാജിങ് ക്രീം റെഡിയാക്കിയിട്ടുണ്ട്, സ്ക്രബ് റെഡിയാക്കിയിട്ടുണ്ട്, പിന്നെ നമ്മുടെ ക്ലെൻസർ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് നമുക്ക് ഒരു അവക്കാഡോ ഫേഷ്യൽ ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. ഇതിന് നമ്മൾ പുറത്തുനിന്ന് യൂസ് ചെയ്തിരിക്കുന്നത് നാരങ്ങയും തേനും അതുപോലെ തൈരും, ഇത്രയും സാധനങ്ങൾ, പിന്നെ പാല് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ മാത്രമേ അവക്കാഡോയെ കൂടാതെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ വളരെ നല്ലൊരു ഫേഷ്യലാണ്, വളരെ റിസൾട്ട് തരുന്ന ഒരു ഫേഷ്യലാണ് നമുക്ക് അവക്കാഡോ ഫേഷ്യൽ. ക്ലെൻസർ നമ്മൾ യൂസ് ചെയ്യുന്നത് 5 മിനിറ്റ് നന്നായിട്ടൊന്ന് നമ്മുടെ മുഖത്ത് ഒന്ന് റബ്ബ് ചെയ്യുക. തൊട്ടൊന്ന് വച്ചതിന് ശേഷം എല്ലാ ഭാഗത്തും ഒരുപോലെ നന്നായിട്ട് 5 മിനിറ്റ് റബ്ബ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് അതിന് ജസ്റ്റ് ഒന്ന് ഉണങ്ങാനായിട്ട് വെക്കുക. അതിന് ശേഷം മാത്രം ഒന്ന് തുടച്ച് കളയും. തുടച്ച് കളയുമ്പോൾ എന്തായാലും നമ്മൾ വാട്ടർ സ്പോഞ്ച് ഉപയോഗിച്ച് തന്നെ തുടച്ച് കളയണം. ഇതാണ് വാട്ടർ സ്പോഞ്ച്. നമുക്ക് കടയിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ വാട്ടർ സ്പോഞ്ച് ഉപയോഗിച്ച് തന്നെ ഇത് തുടച്ച് കളയുക. രണ്ടാമതായിട്ട് നമ്മുടെ സ്ക്രബ് നമ്മൾ എടുത്ത് ജസ്റ്റ് മുഖത്തൊന്ന് അപ്ലൈ ചെയ്യേണ്ടത് സർക്കുലാർ മോഷനിലാണ്. 2 to 3 മിനിറ്റ്സ് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്യുക. സർക്കുലാർ മോഷനിൽ തന്നെ റബ്ബ് ചെയ്യുക. പിന്നെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഏത് ഏരിയയിലാണോ കൂടുതൽ, ആ ഏരിയയിൽ തന്നെ കൂടുതലായിട്ട് മസാജ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇത് നമ്മൾ 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനെ തുടച്ച് കളയാം. അപ്പോഴും നമ്മൾ ചൂടുവെള്ളം കൊണ്ട് വാട്ടർ സ്പോഞ്ച് ഉപയോഗിച്ച് തന്നെ തുടച്ച് കളയാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി മൂന്നാമതായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മസാജിങ് ക്രീം. ഫേഷ്യൽ സ്റ്റെപ്സിൽ മസാജിങ്ങിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മസാജിങ് കറക്റ്റ് ചെയ്യുക. സർക്കുലാർ മോഷനിൽ തന്നെ നമ്മൾ ചെയ്യുക. മസാജിങ് ചെയ്യേണ്ടത് 20 മിനിറ്റ് ആണ്. 20 മിനിറ്റ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് തുടച്ച് മാറ്റാവുന്നതാണ്. 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് തുടച്ച് മാറ്റാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള പാക്കിലേക്ക് നമുക്ക് കിടക്കാം. പാക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് മുഖത്ത് നന്നായിട്ട് ഒരു ബ്രഷ് കൊണ്ട് തന്നെ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും വളരെ നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത്. അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് എന്തായാലും അത് തുടച്ച് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അവക്കാഡോ ഫേഷ്യലിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്തായാലും ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തന്നു. എൻ്റെ അടുത്ത വീഡിയോയിൽ എന്തായാലും ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ ആപ്ലിക്കേഷനും അതുപോലെ തന്നെ ഇതിൻ്റെ റിസൾട്ടുമാണ്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ.